അപ്പോൾ ഏഞ്ചലിന് സാധാ രീതിയിൽ കണ്ടുവരുന്ന കുറച്ച് ഡിസീസസ് എന്താണെന്ന് നോക്കാം. സാധാ രീതിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വൈറ്റ് സ്പോട്ട് ആണ്. ചിക്കൻസ് എല്ലാത്തിനും എഫക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള വൈറ്റ് സ്പോട്ട് ആണ്. ഫിൻ റോട്ട് വരുന്നുണ്ട്. പിന്നെ സ്വിം ബ്ലാഡർ ഡിസീസ് പൊതുവെ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ എന്താ പറയുക, വാട്ടർ ക്വാളിറ്റി ഒക്കെ മോശമാവുമ്പോഴും ഫീഡൊക്കെ പ്രോപ്പർ അല്ലാതിരിക്കുമ്പോഴൊക്കെയാണ് കൂടുതലും ഇത് വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിയൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അവരെ വളരെ നല്ല രീതിയിലുള്ള എന്താ പറയുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് കൊടുക്കത്തക്ക രീതിയിലുള്ള ടാങ്ക് നമ്മൾ കീപ്പ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫീഡ് കൊടുക്കുക. നമുക്കൊരു മീനിനൊരു അസുഖം വരുമ്പോൾ ഏകദേശം ഒരു 50% സ്പ്രെഡൈസേഷൻ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അവരുടെ വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ അസുഖങ്ങളൊക്കെ വരുന്നത് വളരെയധികം കുറവായിരിക്കും. പൊതുവെ ഏഞ്ചലൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഫ്രണ്ട്ലായിട്ട് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഫിൻറോട്ടിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് റെഡിയാക്കാൻ പറ്റും. സോ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീഡ് എടുക്കാൻ വരില്ല. ഇപ്പൊ പൊതുവെ അവർ ഇനാക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ഒതുങ്ങി നിൽക്കാറുണ്ട്. ആക്റ്റീവ് ആണെങ്കിൽ ഫ്രണ്ട് വന്ന് ടാങ്കുമായിട്ട് ഇണങ്ങി കഴിഞ്ഞാൽ ഫ്രണ്ട് വന്ന് നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അസുഖങ്ങൾ വന്ന ശേഷം ട്രീറ്റ് ചെയ്യുന്നതിനെ കേട്ടി അസുഖം വരുന്നതിന് മുമ്പ് ട്രീറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ.